നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എല്ലാവരും വീഡിയോകൾ എടുക്കുന്ന തിരക്കിലാണ്. ഓൺലൈൻ ക്ലാസ്സുകളായിട്ട്, യൂട്യൂബ് വീഡിയോസ് ആയിട്ട്, അല്ലെങ്കിൽ മറ്റ് പല വീഡിയോകൾ ക്രിയേറ്റ് ചെയ്യുന്നതായിട്ട് ആൾക്കാർ വളരെ തിരക്കിലാണ്. ഇന്ന് എല്ലാവരും വീഡിയോ എഡിറ്റിംഗ് ആപ്പുകളും അതുപോലെ തന്നെ ഉപയോഗിക്കുന്നു. വീഡിയോ എഡിറ്റിംഗ് ആപ്പുകളുമായിട്ട് അതുപോലെ പരിചിതവുമാണ്. അതുകൊണ്ടായിരിക്കും വിൻഡോസ് നമുക്ക് ഫ്രീ ആയിട്ട് ഒരു വീഡിയോ എഡിറ്റിംഗ് ആപ്പ് അതിൻ്റെ വേർഷനിൽ തരുന്നുണ്ട്. ഇത് എല്ലാവർക്കും അറിയാവുമെന്ന് എനിക്കറിയില്ല. നമുക്ക് ഈസി ആയിട്ട് ഈ വീഡിയോ എഡിറ്റിംഗ് ആപ്പ് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇതിൽ അത്യാവശ്യം എല്ലാ ഫങ്ഷൻസും ഉണ്ട്. ഈസി ആയിട്ട് നമുക്ക് ഒരു വീഡിയോ ഇവിടെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ വിൻഡോസ് നമുക്ക് നൽകുന്ന വീഡിയോ എഡിറ്റിംഗ് ആപ്പ് ഉപയോഗിച്ച് എങ്ങനെ വീഡിയോ ക്രിയേറ്റ് ചെയ്യാം എന്നതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടും. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, സ്കിപ്പ് ചെയ്യരുത്, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഈ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണും അമർത്തുക. എങ്കിൽ മാത്രമേ ഞാൻ മുമ്പോട്ട് ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അപ്പോൾ വിൻഡോസ് നൽകുന്ന വീഡിയോ എഡിറ്റിംഗ് ആപ്പ് എങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കാം. ഞാനിവിടെ വിൻഡോസ് 10 ആണ് ഓപ്പൺ ആക്കിയിരിക്കുന്നത്. വിൻഡോസ് ഓപ്പൺ ആക്കി ഡെസ്ക്ടോപ്പിൽ സെർച്ച് ബാറിൽ വീഡിയോ എഡിറ്റർ എന്ന് ടൈപ്പ് ചെയ്യുകയാണ്. വീഡിയോ എഡിറ്റർ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ ഇവിടെ വീഡിയോ എഡിറ്റർ എന്ന ആപ്പ് നമുക്ക് കാണാൻ സാധിക്കുന്നു. ആ വീഡിയോ എഡിറ്റർ ആപ്പ് ഓപ്പൺ ആക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു സ്ക്രീൻ കാണാം. അവിടെ ഫോട്ടോസ് എന്നും വീഡിയോ എഡിറ്റർ എന്നും ഇടതുവശത്തും മുകളിലായിട്ട് നമുക്ക് കാണാം. അതിൽ വീഡിയോ എഡിറ്റർ ആണ് ഇവിടെ ഓപ്പൺ ആയിരിക്കുന്നത്. വീഡിയോ എഡിറ്റർ, അതിന് താഴെ വെൽക്കം ടു വീഡിയോ എഡിറ്റർ എന്ന് കാണാം. അതിന്റെ താഴെ നമുക്കൊരു വീഡിയോ പ്രോജക്റ്റ്, പുതിയൊരു പ്രോജക്റ്റ് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് ന്യൂ വീഡിയോ പ്രോജക്റ്റ് എന്ന ബട്ടൺ കാണാം. ഞാനിവിടെ ബട്ടൺ പ്രസ് ചെയ്യുകയാണ്. പുതിയൊരു വീഡിയോ നമുക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇങ്ങനൊരു സ്ക്രീനിലേക്ക് വരികയാണ്. അവിടെ നമുക്ക് കൊടുക്കേണ്ട, നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന വീഡിയോക്ക് കൊടുക്കേണ്ട പേര് എൻ്റർ ചെയ്യാനായിട്ട് ഒരു വിൻഡോ ഓപ്പൺ ആയി വരികയാണ്. നെയിം യുവർ വീഡിയോ. ഞാനിവിടെ ന്യൂ വീഡിയോ എന്നുള്ളത് മാറ്റി അവിടെ ഒരു പുതിയ പേര് ന്യൂ എന്ന് തന്നെ കൊടുക്കുകയാണ്. ന്യൂ എന്ന് കൊടുക്കുകയാണ്. പുതിയ പേര് കൊടുത്ത ഓക്കെ പ്രസ് ചെയ്യുകയാണ്. ഓക്കെ ബട്ടൺ പ്രസ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്കിവിടെ കാണാം, ഇടതുവശത്ത് മുകളിലായിട്ട് പ്രോജക്റ്റ് ലൈബ്രറി എന്ന് കാണാം. അതിന്റെ താഴെ ഒരു പ്ലസ് ബട്ടൺ കാണാം. പ്ലസ് ബട്ടൺ അതിന് ചേർന്ന് ആഡ് എന്ന് എഴുതിയിട്ടുണ്ട്. ഇത് നമുക്ക് നമ്മുടെ കമ്പ്യൂട്ടറിൽ നമ്മൾ വീഡിയോ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ആവശ്യമായ ഫയലുകൾ ആഡ് ചെയ്യാനാണ്. കമ്പ്യൂട്ടറിൽ സേവ് ചെയ്തിരിക്കുന്ന ഓഡിയോ വീഡിയോ ഫയൽസ് നമുക്ക് ആഡ് ചെയ്യാനുള്ള ബട്ടണാണ്. ഇനി നമ്മൾ സ്ക്രീനിൽ ടോപ്പിൽ റൈറ്റ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ 3 ഡോട്ട്സ് കാണാം. ആ 3 ഡോട്ട്സിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ കുറച്ച് ഓപ്ഷൻസ് കാണും. ഡ്യൂപ്ലിക്കേറ്റ് പ്രോജക്റ്റ്, ബാക്കപ്പ് പ്രോജക്റ്റ്, തീംസ്, പിന്നെ ഇവിടെ റേഷ്യോ, അങ്ങനെ കുറച്ച് ഓപ്ഷൻസ് കാണാം. അതിൽ നമ്മൾ തീം ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ നമുക്കിവിടെ കുറച്ച് തീംസ് കാണാം. തീംസ് വേണമെങ്കിൽ നോ തീം എന്നുണ്ട്, അഡ്വഞ്ചർ, ചിൽ, ക്ലാസിക്, ഇലക്ട്രിക്, ജോയ്, ലൗഡ്, ഇങ്ങനെ കുറെ തീംസ് ഇവിടെ നമുക്ക് കാണാം. അത് നമ്മൾ സെലക്ട് ചെയ്ത് താഴെ കാണുന്ന ഡൺ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ തീം അവിടെ സെറ്റ് ആവും. അപ്പോൾ നമുക്ക് അതിൽ വീഡിയോ ക്രിയേറ്റ് ചെയ്യാനായിട്ട്, ആ തീമിൽ നമുക്ക് വീഡിയോ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് ഇഷ്ടമുള്ള തീം നമ്മൾ സെലക്ട് ചെയ്തിട്ട് താഴെ കാണുന്ന ഡൺ ബട്ടൺ പ്രസ് ചെയ്താൽ അതവിടെ അപ്ലൈ ആവും. ഇനി അടുത്ത് നമുക്ക് ആസ്പെക്ട് റേഷ്യോ സെലക്ട് ചെയ്യാനായിട്ട് ഓപ്ഷൻ ഉണ്ട്. ഇവിടെ കാണുന്ന റേഷ്യോസ് 16:9, 4:3, പിന്നെ 9:16. അങ്ങനെ നമുക്ക് അവിടെ ആസ്പെക്ട് റേഷ്യോ സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഞാനിവിടെ 16:9 റേഷ്യോയിൽ ഒരു സാമ്പിൾ വീഡിയോ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. ഞാൻ ആദ്യമായിട്ട് ഒരു ടൈറ്റിൽ കാർഡ് ആഡ് ചെയ്യാൻ പോവുകയാണ്. അതിനായിട്ട് ഇവിടെ സ്ക്രീനിൽ മിഡിലായിട്ട് ആഡ് എ ടൈറ്റിൽ കാർഡ് എന്നൊരു ബട്ടൺ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുകയാണ്. ഇപ്പോൾ ഇവിടെ ഒരു ടൈറ്റിൽ കാർഡ് സ്റ്റോറി ബോർഡിലേക്ക് വന്നിരിക്കുകയാണ്. അതിന്റെ വലതുവശത്ത് മുകളിലായിട്ട് ഒരു ചെറിയ സ്ക്വയർ കാണാം. അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്താണ് ആ ടൈറ്റിൽ കാർഡ് അല്ലെങ്കിൽ ആ ക്ലിപ്പ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഇനി നമുക്കിവിടെ ഓപ്ഷൻസ് കാണാം. ഡ്യൂറേഷൻ, അതായത് ഇപ്പം നമുക്ക് ആ ടൈറ്റിൽ കാർഡ്, ആ ക്ലിപ്പ് എത്ര സമയം പ്ലേ ചെയ്യണം എന്നുള്ളത് നമുക്ക് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ്. ഞാനിവിടെ 7 സെക്കൻഡ് സെലക്ട് ചെയ്യുകയാണ്. നമുക്ക് ഇഷ്ടമുള്ള ടൈം ഡ്യൂറേഷൻ നമുക്ക് സെലക്ട് ചെയ്യാം. അതിന് വലതുവശത്തായിട്ട് ടെക്സ്റ്റ് എന്ന ഓപ്ഷൻ കാണാം.
ടൈറ്റിൽ നമുക്ക് ആഡ് ചെയ്യാൻ വേണ്ടി. അതിന്റെ വലതുവശത്തായിട്ട് ബാക്ക്ഗ്രൗണ്ട്, നമുക്ക് ടെക്സ്റ്റിന്റെ അല്ലെങ്കിൽ ക്ലിപ്പിന്റെ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനാണ്. ഞാനിവിടെ ഈ ടൈറ്റിൽ കാർഡിലേക്ക് ഒരു ടെക്സ്റ്റ് ആഡ് ചെയ്യാനായിട്ട് ടെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സ്ക്രീൻ വരികയാണ്. ഇവിടെ നമുക്ക് രണ്ട് ഓപ്ഷൻ കാണാം, ബാക്ക്ഗ്രൗണ്ട്, ടെക്സ്റ്റ്. ഇപ്പൊ ടെക്സ്റ്റും ആഡ് ചെയ്യാനും അതിന്റെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ചേഞ്ച് ചെയ്യാം. ബാക്ക്ഗ്രൗണ്ട് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ കുറച്ച് ബാക്ക്ഗ്രൗണ്ട് ഓപ്ഷൻസ് കാണുകയാണ്. അതിൽ നമുക്ക് ഇഷ്ടമുള്ള ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യാം. അതിന്റെ താഴെയായിട്ട് കസ്റ്റം കളർ എന്നും കാണാം. അത് നമുക്ക് ഇത് കൂടാതെ വേറെ കളേഴ്സ് വേണമെങ്കിൽ അത് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ്. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ബാക്ക്ഗ്രൗണ്ട് നമ്മൾ സെലക്ട് ചെയ്ത ശേഷം അതിന്റെ താഴെയായിട്ട് ഡൺ എന്ന ബട്ടൺ പ്രസ് ചെയ്യുകയാണ്. ഇപ്പോൾ പുതിയൊരു ബാക്ക്ഗ്രൗണ്ട് വന്നിരിക്കുകയാണ്. ഇനിയിപ്പം ടെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. ബാക്ക്ഗ്രൗണ്ട് സ്ക്രീനിന്റെ താഴെയായിട്ട് നമുക്കിവിടെ ഒരു ബാർ കാണാം. നമുക്ക് വലത്തേക്കോ ഇടത്തേക്കോ ആ ബാർ നീക്കിക്കൊണ്ട് ടെക്സ്റ്റ് നമുക്ക് ടെക്സ്റ്റിന്റെ ലെങ്ത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. മുകളിൽ ഒരു ബാറിൽ നമ്മൾ എന്ത് ടെക്സ്റ്റ് ആണ് നമുക്ക് കൊടുക്കേണ്ടത് അതിവിടെ ടൈപ്പ് ചെയ്യുകയാണ്. അവിടെ വെൽക്കം എന്ന് ടൈപ്പ് ചെയ്യുകയാണ്. ഇനി അതിന്റെ താഴെയായിട്ട് നമുക്ക് കുറച്ച് ആനിമേറ്റഡ് ടെക്സ്റ്റ് സ്റ്റൈൽസ്, ഒരു ആനിമേറ്റഡ് ടെക്സ്റ്റിന്റെ സ്റ്റൈലുകൾ ഓപ്ഷൻസ് കാണാം. അതിൽ നമുക്ക് ഇഷ്ടമുള്ള ഓപ്ഷൻ നമുക്ക് സെലക്ട് ചെയ്യുന്ന കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. അതിന് താഴെയായിട്ട് ലേഔട്ട് എന്ന ഓപ്ഷൻ ഉണ്ട്. അതായത് ടെക്സ്റ്റ് നമുക്ക് ഈ കാർഡിൽ എവിടെ വേണേലും പ്ലേസ് ചെയ്യാനായിട്ട് സാധിക്കും. അതിനുവേണ്ടി ലേഔട്ട് എന്ന ഓപ്ഷൻ ഉണ്ട്. ലേഔട്ട് സെലക്ട് ചെയ്ത് അത് താഴെയായിട്ട് ഡൺ എന്നുള്ള ബട്ടൺ അത് പ്രസ് ചെയ്ത് സെലക്ട് ചെയ്യുക. ഇനി നമുക്ക് എത്ര ടൈറ്റിൽ കാർഡ് വേണേലും ഇവിടെ ഈ ടൈറ്റിൽ കാർഡ് എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യാവുന്ന. ടൈറ്റിൽ കാർഡിൽ വലതുവശത്ത് മുകളിൽ കാണുന്ന സ്ക്വയറിൽ ടിക്കറ്റ് സെലക്ട് ചെയ്ത് ആ ക്ലിപ്പിന് വേണ്ട എഡിറ്റ് നമുക്ക് ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ വേറൊരു ഫയൽ കമ്പ്യൂട്ടറിൽ നിന്ന് ഞാനിവിടെ ആഡ് ചെയ്യാൻ പോവുകയാണ്. അതിനായിട്ട് ലെഫ്റ്റ് സൈഡിൽ മുകളിൽ പ്ലസ് ബട്ടൺ, ആഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് ആ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ 3 ഓപ്ഷൻ കാണാം. ഫ്രം ദിസ് PC, ഫ്രം മൈ കളക്ഷൻ, ഫ്രം ദ വെബ്. വെബ്സൈറ്റിൽ നിന്ന് നമ്മുടെ കളക്ഷനിൽ നിന്ന് നമ്മുടെ ഈ കമ്പ്യൂട്ടർ സേവ് ചെയ്തിരിക്കുന്നതിൽ നിന്ന് നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. ഞാനിവിടെ ഫ്രം PC സെലക്ട് ചെയ്യുകയാണ്. അപ്പോൾ എൻ്റെ ഗാലറിയിലേക്ക് പോയി എനിക്ക് ആവശ്യമുള്ള ഫയൽ സെലക്ട് ചെയ്യുകയാണ്. ഞാനിവിടെ ഈ ഫയൽ സെലക്ട് ചെയ്യുകയാണ്. ആ സെലക്ട് ചെയ്ത ഓപ്പൺ പ്രസ് ചെയ്യുമ്പോൾ അത് നമുക്കിവിടെ വീഡിയോ എഡിറ്ററിലെ പ്രോജക്റ്റ് ലൈബ്രറിയിൽ ഡിസ്പ്ലേ ആവും. പ്രോജക്റ്റ് ലൈബ്രറിയിൽ ഇവിടെ ആഡ് ആയിരിക്കുകയാണ്. എത്ര ഫയലുകൾ വേണമെങ്കിലും നമുക്ക് ഇവിടെ ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. പ്ലസ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആഡ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കമ്പ്യൂട്ടറിൽ സേവ് ചെയ്തിരിക്കുന്ന ഫയലുകൾ ഇവിടെ ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഞാൻ വീണ്ടും ഫ്രം PC കൊടുക്കുകയാണ്. ഞാൻ ഇവിടെ ഒരു പിക്ചർ സെലക്ട് ചെയ്യുകയാണ്. സെലക്ട് ചെയ്ത ഓപ്പൺ ബട്ടൺ പ്രസ് ചെയ്ത പ്രൊജക്ട് ലൈബ്രറിയിലേക്ക് അത് ആഡ് ചെയ്തിരിക്കുകയാണ്. നമ്മൾ ആഡ് ചെയ്യുന്ന ക്ലിപ്പ് സ്റ്റോറി ബോർഡിലേക്ക് ആഡ് ചെയ്യാണ്ട് പ്ലേസ് ഇൻ സ്റ്റോറി ബോർഡ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതിന്റെ വലതുവശത്തായിട്ട് ഡിലീറ്റ് ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഞാനിവിടെ പ്ലേസ് ഇൻ സ്റ്റോറി ബോർഡ് കൊടുക്കുകയാണ്. പ്ലേസ് ഇൻ സ്റ്റോറി ബോർഡ് പ്രസ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് കമ്പ്യൂട്ടറിൽ നിന്നും ആഡ് ചെയ്തിരിക്കുന്ന ഫയലുകൾ ഇവിടെ സ്റ്റോറി ബോർഡിൽ ആഡ് ആയിരിക്കുകയാണ്. ഓരോ ക്ലിപ്പിലും മുകൾ വശത്ത് കാണുന്ന സ്ക്വയറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് സെലക്ട് ആവും. അതിനുശേഷം നമുക്ക് ആ ക്ലിപ്പ് എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മളിപ്പോൾ ഞാനിവിടെ ആഡ് ചെയ്ത ഫയൽ ഈ പിക്ചർ ഇവിടെ ക്ലിക്ക് ചെയ്തപ്പോൾ മുകളിൽ ഓപ്ഷൻസ് വരുന്നുണ്ട്. ഡ്യൂറേഷൻ, ടെക്സ്റ്റ്, മോഷൻ, 3D ഇഫക്ട്സ്, ഫിൽട്ടർ, ഇങ്ങനെ അതിന്റെ ഫങ്ഷൻസ് എല്ലാം കാണാവുന്നതാണ്. അതുപോലെ തന്നെ ഈ സ്റ്റോറി ബോർഡിൽ ഈ ക്ലിപ്പുകൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഡ്രാഗ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി ഞാൻ ഈ ക്ലിപ്പിന്റെ രണ്ടാമത്തെ ക്ലിപ്പിന്റെ ഡ്യൂറേഷൻ സെലക്ട് ചെയ്യുകയാണ്. നമുക്ക് ഇഷ്ടമുള്ള ഡ്യൂറേഷൻ സെലക്ട് ചെയ്യാം. ഞാനിവിടെ 7 സെക്കൻഡ് സെലക്ട് ചെയ്യുകയാണ്. ഞാനിവിടെ മോഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ നമുക്കിവിടെ കുറച്ച് ഓപ്ഷൻസ് കാണാൻ സാധിക്കും. ഇങ്ങനെ നമുക്ക് കുറച്ച് ഓപ്ഷൻസ് ഇവിടെ കാണാം. നമുക്ക് ഇഷ്ടമുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാം. സൂം ഇൻ സെന്റർ, സൂം ഔട്ട് സെന്റർ, സൂം ഇൻ ലെഫ്റ്റ്, സൂം ഔട്ട് ലെഫ്റ്റ്, സൂം ഔട്ട് റൈറ്റ്, അങ്ങനെ നമുക്ക് കുറെ ഓപ്ഷൻസ് ഇവിടെ കാണാം. പാൻ റൈറ്റ്, അത് നമുക്ക് ഏത് മോഷൻ ഓപ്ഷനാണോ സെലക്ട് ചെയ്യാൻ ഇഷ്ടപ്പെട്ടത് അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ളത് അത് നമ്മൾ സെലക്ട് ചെയ്യുകയാണ്.
മുകളിലായിട്ട് ഇവിടെ നമുക്ക് 4 ഓപ്ഷൻസ് എവിടെയും കാണാം. ടെക്സ്റ്റ്, മോഷൻ, 3D എഫക്ട്സ്, ഫിൽട്ടർ. അത് നമുക്ക് ഇഷ്ടമുള്ള എഡിറ്റ് ഇവിടെ ചെയ്യാൻ സാധിക്കും. ഞാനിവിടെ 3D എഫക്ട്സ് ക്ലിക്ക് ചെയ്യാണ്. ഇവിടെ നമുക്ക് കുറച്ച് 3D എഫക്ട്സ് ഇവിടെ ഡിസ്പ്ലേ ആകുകയാണ്. കുറേ ഓപ്ഷൻസ് നമുക്കിവിടെ കാണാം. 3D എഫക്ട്സിന്റെ കുറച്ച് ഓപ്ഷൻസ് നമുക്കിവിടെ കാണാൻ സാധിക്കും. അതിൽ നമുക്ക് ഇഷ്ടമുള്ള 3D എഫക്ട്സ് സെലക്ട് ചെയ്യാം. അതിൽ ഞാനിവിടെ ഒരെണ്ണം സെലക്ട് ചെയ്യുകയാണ്. അതിപ്പോൾ സ്ക്രീനിലേക്ക് വന്നിരിക്കുകയാണ്. അത് നമുക്ക് എവിടെ വേണമെങ്കിലും സ്ക്രീനിൽ എവിടെ വേണമെങ്കിലും നമുക്കത് പ്ലേസ് ചെയ്യാം. പ്രസ് ചെയ്ത് ഡ്രാഗ് ചെയ്ത് നമുക്ക് എവിടെ വേണമെങ്കിലും പ്ലേസ് ചെയ്യാം. അതുപോലെ അതിന്റെ സൈസ് നമുക്ക് ഡ്രാഗ് ചെയ്ത് സൈസ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഇഷ്ടമുള്ള സ്ഥലത്ത് നമുക്ക് ഈസി ആയിട്ട് പ്ലേസ് ചെയ്യാം. സ്ക്രീന് താഴെയായിട്ട് നമുക്ക് കാണാം ആ 3D എഫക്ട്സ്, നമ്മൾ ആഡ് ചെയ്ത 3D എഫക്ട്സിന്റെ ലെങ്ത്, ആ ക്ലിപ്പിൽ എത്രത്തോളം സമയം ആ ഇഫക്റ്റ് വേണം എന്നുള്ളത് നമുക്ക് താഴെ കാണുന്ന ബ്ലൂ കളറിലുള്ള ബാർ നമുക്ക് റൈറ്റിലേക്കും ലെഫ്റ്റിലേക്കും നീക്കി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഞാനിവിടെ സെലക്ട് ചെയ്തിരിക്കുന്ന ഈ പർട്ടിക്കുലർ എഫക്റ്റ്, ഈ 3D എഫക്റ്റ് ഈ ക്ലിപ്പിൽ മാത്രമല്ലാതെ വീഡിയോയിൽ മൊത്തമായിട്ടും അല്ലെങ്കിൽ നമുക്ക് താല്പര്യമുള്ള അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഇടത്ത് അത് അപ്ലൈ ചെയ്യാനായിട്ടും സാധിക്കും. അതിനായിട്ട് നമുക്കിവിടെ കാണാം, നമ്മൾ ആ ബ്ലൂ ബാറിൽ മറ്റൊരു മാർക്കർ നമുക്ക് കാണാൻ സാധിക്കും. അത് റൈറ്റിലേക്കും ലെഫ്റ്റിലേക്കും മൂവ് ചെയ്തുകൊണ്ട് അത് എവിടെ പ്ലേസ് ചെയ്യണം എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാനായിട്ട് സാധിക്കും. അതിൽ ഇഫക്ട്സിൽ ഉണ്ടാകുന്ന വോളിയം നമുക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഇഫക്റ്റ് സെലക്ട് ചെയ്ത ശേഷം ഞാൻ താഴെ കാണുന്ന റൈറ്റ് സൈഡിൽ താഴെ കാണുന്ന ഡൺ ബട്ടൺ പ്രസ് ചെയ്യുകയാണ്. അപ്പോൾ ആ ഇഫക്റ്റ് അവിടെ 3D ഇഫക്റ്റ് അവിടെ സെലക്ട് ആയിരിക്കുക. വീണ്ടും നമ്മൾ ഫ്രണ്ട് പേജിലേക്ക് വന്നിരിക്കുകയാണ്. മൂന്നാമത്തെ ക്ലിപ്പും ഇതുപോലെ സെലക്ട് ചെയ്ത് ഞാൻ എഡിറ്റ് ചെയ്യുകയാണ്. ഞാൻ എല്ലാം കൂടെ പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. ഇതുപോലെ നമുക്ക് എത്ര ക്ലിപ്പ് വേണമെങ്കിലും ഇവിടെ ആഡ് ചെയ്യാം. നമുക്ക് സെലക്ട് ചെയ്ത് എഡിറ്റ് ചെയ്യാം. ഇനി നമ്മൾ വീഡിയോയിലേക്ക് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, ഓഡിയോ ഫയൽസ് എന്നിവ ആഡ് ചെയ്യുകയാണ്. അതിനായിട്ട് നമുക്ക് സ്ക്രീനിന്റെ മുകളിൽ നമുക്ക് കാണാം ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, കസ്റ്റം ഓഡിയോ എന്ന ഓപ്ഷൻസ് കാണാം. നമ്മൾ കസ്റ്റം ഓഡിയോ ക്ലിക്ക് ചെയ്യുകയാണ്. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ ഓഡിയോ ഫയൽസ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണാം. നമ്മുടെ കമ്പ്യൂട്ടറിൽ നമ്മൾ സേവ് ചെയ്തിരിക്കുന്ന ഓഡിയോ ഫയൽസ് നമുക്ക് ഈ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഞാനിവിടെ ഒരു ഓഡിയോ ഫയൽ ആഡ് ചെയ്യുകയാണ്. എൻ്റെ കമ്പ്യൂട്ടറിൽ ഉള്ള ഒരു ഓഡിയോ ഫയൽ ഇവിടെ ആഡ് ചെയ്യുകയാണ്. അതിവിടെ ആഡ് ആയിരിക്കുകയാണ്. ഡിസ്പ്ലേ സ്ക്രീനിന്റെ താഴെ കാണുന്ന ബാർ നമുക്ക് ലെഫ്റ്റിലേക്കോ റൈറ്റിലേക്കോ നീക്കി അത് എവിടെ പ്ലേസ് ചെയ്യണമെന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം. അതിൻ്റെ ലെങ്തും അതിൻ്റെ പ്ലേസും ഒക്കെ നമുക്ക് തീരുമാനിക്കാം. ഇങ്ങനെ വലത്തേക്കും ഇടത്തേക്കും നമ്മൾ ഡ്രാഗ് ചെയ്ത് നീക്കിയാൽ മതി. ഇനി അത് വീഡിയോയുടെ മൊത്തം ഭാഗത്ത് എവിടെയൊക്കെ ആഡ് ചെയ്യണം അല്ലെങ്കിൽ ഏതെങ്കിലും ക്ലിപ്പിൽ മാത്രം മതിയോ അതെല്ലാം ഈ കാണുന്ന ബാർ നമുക്ക് നീക്കിക്കൊണ്ട് വലത്തേക്ക് ഇടത്തേക്ക് നീക്കിക്കൊണ്ട് നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇങ്ങനെയാണ് ഓഡിയോ ഫയൽ ഈ വീഡിയോയിലേക്ക് അല്ലെങ്കിൽ ഈ വീഡിയോ എഡിറ്ററിൽ നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കുന്നത്. ഇനി നമുക്കതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആഡ് ചെയ്യാം. നമ്മൾ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ഇങ്ങനെ കുറച്ച് ഓപ്ഷൻസ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് ഓപ്ഷൻസ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. അതിൽ നിന്ന് നമുക്ക് ഒരെണ്ണം ചൂസ് ചെയ്യാം. അതുപോലെ തന്നെ അതിൻ്റെ മ്യൂസിക് വോളിയം നമുക്ക് താഴെ കാണാം, അറേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. വോളിയം ബട്ടൺ കാണാം. നമ്മൾ മ്യൂസിക് നെയിമിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന പ്ലേ ബട്ടൺ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്ലേ ചെയ്ത് കേൾക്കാം. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് സെലക്ട് ചെയ്ത ശേഷം താഴെ കാണുന്ന ഡൺ ബട്ടൺ പ്രസ് ചെയ്താൽ അതവിടെ അപ്ലൈ ആകുകയാണ്. അതുപോലെ തന്നെ ഡിസ്പ്ലേ സ്ക്രീനിൻ്റെ താഴെ കാണുന്ന ബാർ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ താഴെ കാണുന്ന ബാർ ലെഫ്റ്റിലേക്കോ റൈറ്റിലേക്കോ മൂവ് ചെയ്ത് നമുക്ക് അതിൻ്റെ പൊസിഷൻ എവിടെയൊക്കെയാണ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് പ്ലേ ചെയ്യേണ്ടത് അത് ഡിസൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇങ്ങനെയാണ് ഈ വീഡിയോ എഡിറ്ററിൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആഡ് ചെയ്യുന്നത്. ഇനി നമുക്ക് വീഡിയോ ക്രിയേഷൻസ് കഴിഞ്ഞ് എഡിറ്റിംഗ് എല്ലാം കഴിഞ്ഞ് വീഡിയോ ഫിനിഷ് ചെയ്യാം.
അതിനായി ടോപ്പിൽ റൈറ്റ് സൈഡിൽ ഫിനിഷ് വീഡിയോ എന്നൊരു ബട്ടൺ ഉണ്ട്. അത് പ്രസ് ചെയ്യുകയാണ്. അത് പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് വീഡിയോ ക്വാളിറ്റി, വീഡിയോ പിക്സൽ സെലക്ട് ചെയ്യാനായിട്ട് ഓപ്ഷൻ വരുന്നുണ്ട്. ഇവിടെ 1080 പിക്സലാണ് നമുക്ക് റെക്കമെൻഡ് ചെയ്യുന്നത് വിൻഡോസ്. അത് നമ്മൾ സെലക്ട് ചെയ്ത് വീഡിയോ എക്സ്പോർട്ട് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ എക്സ്പോർട്ട് ഓപ്ഷൻ കൊടുക്കുമ്പോൾ നമ്മുടെ കമ്പ്യൂട്ടറിൽ നമ്മൾ തീരുമാനിക്കുന്ന സ്ഥലത്ത് അത് എക്സ്പോർട്ട് ആകുകയാണ്. അപ്പോൾ ഇങ്ങനെയാണ് വിൻഡോസ് നമുക്ക് ഫ്രീ ആയി തരുന്ന വീഡിയോ എഡിറ്റിംഗ് ആപ്പ് ഉപയോഗിച്ച് ഈസി ആയി നമ്മൾ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ കമ്പ്യൂട്ടറിൽ സേവ് ആയിരിക്കുകയാണ്. നമുക്ക് ആ വീഡിയോ ഒന്ന് ഓപ്പൺ ചെയ്ത് പ്ലേ ചെയ്യാം. ഞാനിവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ടെക്സ്റ്റ് വീഡിയോ മാത്രമാണ്. നിങ്ങൾക്ക് കൂടുതൽ ആകർഷകമായിട്ട് നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് നിങ്ങളുടെ ഓഡിയോ വീഡിയോ ഫയൽസ് ഉപയോഗിച്ച് വീഡിയോ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഡ്രോബാക്ക് എന്ന് പറഞ്ഞാൽ ഇതിൽ വോയിസ് ഓവർ എന്ന ഓപ്ഷൻ ഇല്ല. മറ്റ് എഡിറ്റിംഗ് ആപ്പുകളിൽ ഉള്ളതുപോലെ വോയിസ് ഓവർ എന്ന ഓപ്ഷൻ, അതായത് നമ്മൾ വീഡിയോ ക്ലിപ്പ് പ്ലേ ചെയ്ത് അതിലേക്ക് സൗണ്ട് റെക്കോർഡ് ചെയ്യുന്ന ഓപ്ഷൻ ഇല്ല. പക്ഷേ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും നമ്മൾ റെക്കോർഡ് ചെയ്ത വോയിസ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ നമ്മൾ ഇതിൽ കണ്ടു കഴിഞ്ഞു. നല്ലൊരു വീഡിയോ എഡിറ്റിംഗ് ആപ്പാണ്. നമുക്ക് 100% ഫ്രീ ആയിട്ട് കിട്ടുന്നു. വാട്ടർമാർക്ക് ഇല്ല. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം. ബൈ.